ഇത് മുജാഹിദിനെ കൂട്ടുപിടിച്ചിക്ക. മുജാഹിദീങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങിയിട്ട് പടച്ചോൻ സിട്ടാവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുജാഹിദികളെ എങ്ങൾക്കും തരും ഒരു പണി. നിങ്ങളിപ്പോ എന്നെ മുസ്ലിം ആയത്? നിങ്ങളെ ആദ്യത്തെ പരിഭാഷ അല്ലേ അമാനി മൗലവിന്റെ? എടുക്ക്, അമാനി മൗലവിയുടെ പരിഭാഷ എടുക്ക്. മുജാഹിദുകളെ, ഒപ്പം കൂടിയ പേരോട് നിയൽവാദികളെ, എടുക്കിങ്ങളത് എടുക്ക്, പേജ് എടുക്ക്. അതിലതാ അഹുലുക്കുലക്കും അഹുലുക്കുലക്കും, ഞാൻ നിങ്ങൾക്ക് അമാനി മൗലവി അർത്ഥം കൊടുത്തു. ഈസാ നബിയുടെ പ്രഖ്യാപനാണ്. പക്ഷിയുടെ ആകൃതി പോലെ കളിമണ്ണിനാൽ ഞാൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചുണ്ടാക്കിത്തരും. ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കിത്തരും. ഈസാ നബി അവ ഖാലിഖായി, അതാ ഹുലുക്കുലക്കും. എന്നിട്ട് അവിടെ അല്ലാഹ് എന്ന് വ്യത്യാസപ്പെടുത്താൻ വേണ്ടി ബ്രാക്കറ്റിൽ കൊടുത്തു രൂപമുണ്ടാക്കി തരും. അവ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രൂപാന്തരപ്പെടുത്തി തരും. അവ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ കുഫ്റാണെങ്കിൽ ഈ ആയത്തോതാൻ പറ്റടോ? ഈ ആയത്തോതി ആ മുശ്രിക്കാവൂലേ? തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഒരുപാട് ഖാലിഖീങ്ങളിൽ ഏറ്റവും ഉന്നതനാണ് അല്ലാഹ്. അത് അല്ലാഹ് പറഞ്ഞതാ. ഖാലിഖീൻ എന്ന ജംഇൽ നിന്ന് ഏറ്റവും ഉന്നതൻ അല്ലാഹയാണ്. അതിനെ അമാനി മൗലവി കൊടുത്ത അർത്ഥം നോക്കി. ബലം നമുക്ക് തഫ്സീറും ബല പരിഭാഷനെ ഒന്ന് പഠിപ്പിച്ചാൽ മതി. അതിൽ പറയാ ഏറ്റവും നല്ല സൃഷ്ടാവായ അല്ലാഹു. അപ്പൊ ഏറ്റവും നല്ലതല്ലാത്ത സൃഷ്ടാവ് ഉണ്ടല്ലേ? അഹ്സനുൽ ഖാലിഖീൻ എന്നല്ലേ? അപ്പൊ ഇതിനർത്ഥം എന്താ? രൂപപ്പെടുത്തുന്നവർ. ആ പറഞ്ഞ ഖൽഖല്ല അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ അമാനി മൗലവി എഴുതി, അത് പേരോട് പ്രസംഗിച്ചു, അത് അല്ലാമ ജീലി തങ്ങൾ എഴുതി, എല്ലാവർക്കും അറിയാം. ചുരുക്കത്തിൽ ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, അല്ലാഹു എന്നത് മറ്റൊരാൾക്ക് ആകാൻ പറ്റിയ സംഭവേ അല്ല. അവന്റെ അധികാരത്തിൽ ആർക്കും പങ്കില്ല. അവൻ ഏകനാണ്. അവന്റെ വിശേഷണങ്ങളിൽ അവനെപ്പോലെ ആരുമില്ല. ലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവനെപ്പോലെ ആരുമില്ല. അതിന്റെ അർത്ഥം അവൻ ഉപയോഗിച്ച പദങ്ങൾ മറ്റൊരാൾക്ക് പറയാൻ പാടില്ല എന്നല്ല. അല്ലാഹ് റഊഫാണ്, അല്ലാഹ് റഹീമാണ്. അതേ വിശേഷണം അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ആർക്ക് കൊടുത്തിട്ടുണ്ട്? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് റഊഫായതുപോലെയല്ല. ആര് റഊഫായത്? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് അടിസ്ഥാനപരമായി അസ്ലിയായി തന്നെ കൃപയുള്ള ആളാ. റസൂലോ അല്ലാഹ് കൊടുത്തത് കൊണ്ട് കൃപയുള്ള ആളാണ്. ഇതുപോലെ ഖാലിഖ് എന്ന ലഫ്ള് അതിന്റെ നേരാർത്ഥം സൃഷ്ടിക്കുന്നവൻ, പടക്കുന്നവൻ എന്നൊക്കെയാണ്. ആ ഖാലിഖ് എന്ന വിശേഷണം അല്ലാഹ് തന്നെ ഈസാ നബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം ഖൽഖ് ചെയ്യുമെന്നാൽ അല്ലാഹുവിന്റെ ഖൽഖല്ല ഉദ്ദേശം. ഖാലിഖ് എന്ന പ്രയോഗം കൊടുത്താൽ തന്നെ കുഫ്റാകുമെങ്കിൽ എടോ ഈസാ നബിയെ കുറിച്ച് പറഞ്ഞത് ഖുർആനിൽ തന്നെ കുഫ്റാണെന്ന് വരൂലേ? എവിടുന്ന് ഞങ്ങൾ എഴുന്നേറ്റ് വരുന്നത്? അതുകൊണ്ടാണ് ഖാലിഖിയത്തിനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അബ്ദുൽ കരീമുൽ ജീലി തങ്ങൾ പോലെയുള്ളവർ സംസാരിച്ചത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഖാലിഖ് അല്ലാഹു മാത്രം, റഊഫ് അല്ലാഹു മാത്രം, റഹീം അല്ലാഹു മാത്രം, പടച്ചവൻ അല്ലാഹു മാത്രം, സിട്ടാവ് അല്ലാഹു മാത്രം. ആർക്കും ഇവിടെ തർക്കമില്ലാതെ അതേ സമയത്ത് അല്ലാഹുവിന്റെ പ്രതിനിധികളായി വരുന്ന മശായിഖുമാർ, അമ്പിയാക്കന്മാർ അവരെ ഏൽപ്പിക്കപ്പെട്ട ഡ്യൂട്ടി ചെയ്യും. ആ ഡ്യൂട്ടിയിലുണ്ട് അതിന്റെ വിരലുകൾക്കിടയിലൂടെ വെള്ളം കൊടുക്കുക എന്നുള്ള ഡ്യൂട്ടി. അത് സൂറത്തിൽ ഒരു ഖൽഖ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിന് അത് പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാരണം അതേ സംഭവം അടവൂര് ശൈഖിലുണ്ട്. അതുകൊണ്ട് അവരെ കുറിച്ച് പറഞ്ഞപ്പോഴേക്ക് അവരെ മുശ്രിക്കാക്കണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞ്. ഞങ്ങളെ വിഷയം എവിടെയായിരുന്നു? മൗലാന എന്ന് ഇയാളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് കൊണ്ട് അയാളെ കുറിച്ച് പറയാന്നാണ് സ്ഥിരപ്പെടുത്തി വരും. അതന്നെ ഞങ്ങളെ ആവശ്യം. വളരെ കൃത്യമാണ് വിഷയം. ഈ വിഷയം ആരോടും സംവദിക്കാൻ ഞങ്ങളൊന്നും റെഡിയാണ്. ഖാലിഖിയത്ത് എന്ന എല്ലാ വിശേഷണവും അള്ളാഹിനെ കുറിച്ച് ആദ്യം പഠിക്കണ്ടേ. അള്ളാഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഏതോ ഒരു അർത്ഥാണ് വെക്കുമ്പോത്തിന് അള്ളാഹാണ് വായി മാറല. മറ്റോ ചോദിച്ചില്ല അള്ളാഹ്ക്ക് എന്താ പണി? സിറാജുലുദ്ദീലെ പ്യൂണാക്കി കാളികൾ. അള്ളാഹ്ക്ക് എന്നും പണിയുണ്ട്. ലോകം വരുന്നതിന് മുമ്പ് അള്ളാഹ്ക്ക് പണിയുണ്ട്.
എന്തൊക്കെ വിശ്വസിച്ചിരിക്കാപ്പങ്ങള്? റൌഫ് റഹീം ഇതൊക്കെ ഒന്ന് പഠിച്ചു വരി, നമ്മുടെ തൗഹീദൊക്കെ ഒന്ന് പഠിച്ചു വരി. ഇവിടെ എന്താ പ്രശ്നം? നിങ്ങൾക്ക് എന്തും പറയാം, അതാ ഞങ്ങളെ വിഷയം. നിങ്ങൾക്ക് അവനാന്റെ നേതാവിനെ കുറിച്ച് എന്തും പറയാം. മൗലാനാന്നോ നീ സയ്യിദുനാന്നോ എന്തും പറയാം. മടവൂര് ഷെയ്ഖിനെ കുറിച്ച് പറയാൻ പാടില്ല. അത് നടക്കൂല, അതെന്നെ നടക്കൂല. അതിന് ഞങ്ങൾ ആരും ഭയപ്പെടൂല. മടവൂര് ഷെയ്ഖുനാന്റെ മുഹിബീങ്ങൾ, അതേപോലെ ഔലിയാക്കന്മാരെ മുഹിബീങ്ങൾ, അവർക്ക് ഇഷ്ടപ്പെട്ടവരെ കുറിച്ച് പറയും. അതിന് നിങ്ങളാരാ ചോദിക്കാൻ? എന്നിട്ട് അത് പറയുമ്പോ അതിങ്ങനെ കുഫ്റും ശിർക്കും, മറ്റേതോ മറ്റോ മിണ്ടൂല്ല, നടക്കൂല. ഇതാ ഞങ്ങൾ പറഞ്ഞു വളരെ